പ്രേം നസീർ, ഞാനൊരു മിമിക്രിക്കാരൻ എന്ന് പറയുമ്പോൾ എപ്പോഴും അഭിമാനിക്കുന്ന വ്യക്തിയാണ്. കാരണം ഞാൻ ചെയ്ത ഒരു കാര്യത്തിൽ 100% എനിക്ക് വിജയിക്കാൻ കഴിഞ്ഞു ഞാൻ മനസ്സിലാക്കിയ ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. പ്രേം നസീറിനെ ഒരുപാട് വേദികളിൽ ഞാൻ അവതരിപ്പിക്കുമായിരുന്നു. അങ്ങനെ സിനിമയിലെത്തി അദ്ദേഹത്തോടൊപ്പം അഭിനയിക്കാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായി. അപ്പോൾ ഏകദേശം 40 ദിവസത്തോളം അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നപ്പോഴൊക്കെ അദ്ദേഹത്തെ ഇതേപോലെ എന്നും ഞാൻ അദ്ദേഹത്തിന് മുമ്പിൽ കാണിക്കുമായിരുന്നു. അതിനൊക്കെ ശേഷം അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ മകൻ ഷാനവാസ് ഒരിക്കൽ ഒരു വിമാനയാത്രക്കിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിരുന്നു. ഞാനിത് പല വേദിയിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് എൻ്റെ ചെവിയിൽ പറഞ്ഞു, പപ്പയെ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നു. പലപ്പോഴും പപ്പ 10-32 വർഷക്കാലം ഷൂട്ടിങ്ങിന് പല സ്ഥലങ്ങളിലും പോയിരുന്നുകൊണ്ട് വീട്ടിൽ ഞാൻ മദ്രാസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. പപ്പയെ കാണാനുള്ള ഒരുപാട് അവസരങ്ങൾ എനിക്ക് കുറവായിരുന്നു. ഇപ്പം ഞാൻ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങൾ പലപ്പോഴും ഇത് കാണിക്കുമ്പോൾ എനിക്ക് ഭയങ്കര പപ്പയെ ഇത് തോന്നും. അപ്പം അതുകൊണ്ട് എൻ്റെ ചെവിയിൽ എൻ്റെ പപ്പ സംസാരിക്കുന്ന പോലെ കുറച്ച് നേരം സംസാരിക്കുമെന്ന് അദ്ദേഹം ചോദിച്ചു. അന്ന് ഞാൻ സംസാരിച്ചതായിരുന്നു, ഷാനു, നീ ജനിച്ചപ്പോൾ ഞാൻ എവിടെയോ ഷൂട്ടിങ്ങിലായിരുന്നു. നീ വളരുന്നത് കാണാൻ എനിക്ക് ഭാഗ്യമുണ്ടായില്ല. ഞാൻ ഓരോ പ്രാവശ്യവും നിനക്ക് വേണ്ടുന്ന ഉടുപ്പുകളുമായി എത്തുമ്പോൾ നീ അതിനേക്കാൾ വളർന്നിരിക്കുന്നു. നിന്റെ വളർച്ച കാണാൻ എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ലായിരുന്നു. കാലഘട്ടം എന്നെ അങ്ങനെയാണ് കൊണ്ടുപോയത്. ഒടുവിൽ നീ വലുതായി നിന്റെ സിനിമ തിയേറ്ററിൽ വന്നപ്പോൾ അത് കാണാനും ഞാനുണ്ടായില്ല. ഇപ്പോൾ മുകളിലിരുന്നു കൊണ്ട് നിന്റെ ഓരോ വളർച്ചയും ഞാൻ നോക്കി കാണുകയാണടാ കുട്ട എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം കരഞ്ഞു. അപ്പോൾ ഒരു മിമിക്രിക്കാരെന്നുള്ള നിലയിൽ ഞാൻ 100% വിജയിച്ചു എന്ന് എനിക്ക് തോന്നിയൊരു സന്ദർഭമായിരുന്നു. ഒരുപാട് സന്തോഷം. താങ്ക് യു. താങ്ക് യു സർ. അടുത്ത് സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത് ശബരി ചാരിറ്റബിൾ ട്രസ്റ്റ് സ്കൂൾസിന്റെ അഡ്മിനിസ്ട്രേറ്ററും ഗുരുതുല്യനുമായ ബാലചന്ദ്രൻ മാസ്റ്ററാണ്. അദ്ദേഹത്തെ